ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു ന്യൂ ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പുതിയതായിട്ട് ഈ വർഷം അഡ്മിഷൻ എടുത്തിരിക്കുന്ന 2024 4 ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമിലുള്ള BBAക്ക് വരുന്ന ഒരു സബ്ജക്റ്റിൻ്റെ ബുക്കാണിത്. അതായത് ഫൗണ്ടേഷൻസ് ഫോർ ബിസിനസ് ഡിസിഷനാണ് ഈ പുതിയ FIUGPക്കാരുടെ ഫസ്റ്റ് സെമസ്റ്റർ BBAയിലുള്ള ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്നത്. നമുക്ക് സിലബസിൻ്റെ താഴെ റെഫറൻസിൻ്റെ ടെക്സ്റ്റുകൾ ഒരുപാട് തന്നിട്ടുണ്ട്. എങ്കിലും സമയക്കുറവ് എന്നുള്ളൊരു കാര്യം വല്ലാതെ അഫക്റ്റ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങളുടെ എക്സാം എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റി ഏകദേശം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് നവംബറിലാണ്. അപ്പോൾ അത്രത്തോളം നമുക്ക് സമയം ഇതെടുത്ത് തീർക്കാനില്ലാത്തതുകൊണ്ട് യൂണിവേഴ്സിറ്റിയുടെ തന്നെ ടെക്സ്റ്റ് ബുക്കാണ് നമ്മളിവിടെ ഫോളോ ചെയ്യുന്നത്. ഇതാണ് അതിൻ്റെ ഒരു പുറംഭാഗം എന്ന് പറയുന്നത്. ഓതേഴ്സ് ഡോക്ടർ K വേണുഗോപാലനും ഡോക്ടർ അബ്ദുൾ അസീസ് കൊറോത്തിൻ്റെ ഈ ഒരു ടെക്സ്റ്റാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഞങ്ങൾക്ക് തന്നെ അവൈലബിൾ ആയിരിക്കുന്നത് ഈ ഒരു ബുക്കും മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റും മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ബാലൻസ് പേപ്പറിൻ്റെ ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ തൽക്കാലം ഈ ഒരു ബുക്ക് വെച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം ജസ്റ്റ് ഇതിൻ്റെ കണ്ടൻസ് ഒക്കെ ഒന്ന് നോക്കാം. ചാപ്റ്റർ 1 എന്ന് പറയുന്ന ബേസിക്സ് ഓഫ് ഡെസിഷൻ മേക്കിംഗ് ആണ്. ജസ്റ്റ് എൻ്റെ മീനിങ്, നേച്ചർ, ഇമ്പോർട്ടൻസ് ഓഫ് ഡെസിഷൻ മേക്കിംഗ് ആൻഡ് ടൈപ്സ് ഓഫ് ഡെസിഷൻസ് ഏതൊക്കെയാണ്, പ്രോഗ്രാംഡ് ആൻഡ് നോൺ പ്രോഗ്രാംഡ് ഡെസിഷൻസ്, സ്ട്രാറ്റജിക്, ടാക്ടിക്കൽ ആൻഡ് ഓപ്പറേഷണൽ ഡെസിഷൻസ്, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ ഡെസിഷൻ മേക്കിംഗ്, ഇമ്പോർട്ടൻസ് ഓഫ് എ സ്ട്രക്ചർഡ് ഡെസിഷൻ making process, overview of various stages involved in a decision making, barriers in decision making, psychological barriers, structural and organizational barriers, environmental barriers, etc. ഇത്രയാണ് ഒരു ചാപ്റ്റർ 1 നമുക്ക് വരുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. ചാപ്റ്റർ 2 പോവുകയാണെങ്കിൽ ടൂൾസ് ആൻഡ് ടെക്നിക്സ് ഫോർ ഡിസിഷൻ മേക്കിംഗ്, basic statistical tools, measures of central tendency and measures of dispersion, tools and techniques for decision making, understanding the concept, advantages and disadvantages of various tools and techniques, brainstorming technique, decision tree analysis, SWOT analysis, pros and cons analysis, PESTLE analysis എന്ന് പറയുന്നു. ചാപ്റ്റർ 3 ഇൻവോൾവ് ചെയ്യുന്നത് decision making models and rational model of decision making, meaning, concept, importance, strength and weakness of rational model, practical application, bounded rationally, model, meaning, concept, importance, strength and weakness of bounded rationality model, practical applications, intuition based decision making, concept and strength and weakness, role of intuition in decision making, different types of intuition, expert intuition, social intuition and strategic intuition, group decision making, meaning, concept, significance, overview of various strategies used in group decision making such as consensus building, brainstorming and multi-voting. ചാപ്റ്റർ 4 വരുന്നത് മാനേജ്മെൻറ്റ് എന്താണ്, അതിൻ്റെ മീനിങ്, നേച്ചർ, ഫങ്ഷൻസ്, റോൾസ് ഓഫ് എ മാനേജർ ഇൻ ആൻ ഓർഗനൈസേഷൻ. ചാപ്റ്റർ 5 ഇവല്യൂഷൻ ഓഫ് മാനേജ്മെൻറ്റ് തോട്ട്, ക്ലാസിക്കൽ, ബിഹേവിയറൽ, നിയോ ക്ലാസിക്കൽ, മോഡേൺ. ചാപ്റ്റർ 6 ടൈപ്സ് ആൻഡ് ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ്. ചാപ്റ്റർ 7 ഡെസിഷൻ മേക്കിംഗ് സ്റ്റൈൽസ് ഓഫ് മാനേജേഴ്സ്, autocratic, participative, consultative, consensus, directive, analytical, cognitive, behavioral styles. Chapter 8 planning and decision making in management, meaning and nature, importance and types. Chapter 9 organizing and leading in management, meaning, nature and importance, organization structure, motivation and leadership. Chapter 10 staffing in management, meaning, nature and importance, HR planning, recruitment, selection, training and development. Chapter 11 controlling in management, meaning, nature, importance and steps in control process, levels and types of control. ഇത്രയാണ് നമ്മുടെ ഈ ഒരു ബുക്കിൻ്റെ കണ്ടന്റ് എന്ന് പറയുന്നത്. ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ള കാരണം ചിലപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് ഈ ഒരു സബ്ജക്റ്റിൻ്റെ മെയിൻ ആയിട്ടുള്ള ആ ഒരു സിലബസ് അവൈലബിൾ ആയിക്കൊള്ളുന്നില്ല. അപ്പോൾ എന്താണ് ഈ ഒരു സബ്ജക്റ്റിൽ മെയിൻ കണ്ടന്റ്, എങ്ങനെയൊക്കെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്, അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്റേഴ്സ് കാണുമ്പോൾ
ടെക്സ്റ്റ് കിട്ടാത്ത ആളുകൾക്കും വേണമെങ്കിൽ ഈ ഒരു വേർഡ് വെച്ച് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാം. കുറച്ച് കാര്യങ്ങളെങ്കിൽ നിങ്ങൾക്കൊന്ന് നിങ്ങളുടെ ഒരു ഐഡിയയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു ടെക്സ്റ്റിൻ്റെ കണ്ടന്റ് ഇവിടെ നമ്മൾ കാണിക്കാനുള്ള കാരണം. ഓക്കെ, അപ്പോൾ ഇതിനനുസരിച്ചുകൊണ്ട് നമുക്ക് മെല്ലെ ഓരോ ദിവസവും കുറച്ച് ടോപ്പിക്കുകളായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ എല്ലാ ആളുകൾക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററിലോട്ട് പോവാം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ, ബേസിക്സ് ഓഫ് ഡെസിഷൻ മേക്കിംഗ്. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് ഈ ടെക്സ്റ്റിൽ തന്നെ വളരെ വേണ്ടപ്പെട്ട പോയിന്റുകൾ മാത്രം എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് പോവാം. അപ്പോൾ എന്താണ് ഡെസിഷൻ മേക്കിംഗ് എന്നുള്ളതാണ് ആദ്യം നമുക്ക് പഠിക്കാനുള്ളത്. അതിൻ്റെ മീനിങ് ആൻഡ് ഡെഫിനേഷൻ നിർബന്ധമായിട്ടും പഠിക്കേണ്ടതാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എളുപ്പമുള്ള കുറച്ച് ഒന്നോ രണ്ടോ ഡെഫിനേഷൻസ് ഇവിടെ നോട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൽ നമുക്ക് പറഞ്ഞിരിക്കുന്നത് ജോർജ് ആർ ടെറി ഡിഫൈൻസ് ഡെസിഷൻ മേക്കിംഗ് ഈസ് ദ സെലക്ഷൻ ബേസ്ഡ് ഓൺ സം ക്രൈറ്റീരിയ ഫ്രം 2 or more possible alternatives. അവിടെ നമുക്ക് ഒരു ഡെഫിനേഷനാണ് കിട്ടിയിരിക്കുന്നത്. ജോർജ് ആർ ടെറി ചില ക്രൈറ്റീരിയകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നമുക്ക് സാധ്യമായിട്ടുള്ള ഓൾട്ടർനേറ്റീവ്സ് എന്താണോ അതിൽ നിന്ന് ഏറ്റവും നല്ലതായിട്ടുള്ള ഒന്നിനെ സെലക്ട് ചെയ്യുക എന്നതാണ് അദ്ദേഹത്തിൻ്റെ ഡെഫിനേഷനിൽ പറയുന്നത്. ഇനി രണ്ടാമതൊരു ഡെഫിനേഷൻ കൂടി ഇവിടെ പറയുന്നുണ്ട്. എ ഡെസിഷൻ ഈസ് ആൻ ആക്ട് ഓഫ് ചോയ്സ് wherein an executive forms a conclusion about what must be done in a given situation. A decision represents a course of behavior chosen from a number of possible alternatives. D.E. മാക്ഫർലൻഡിൻ്റെ ഡെഫിനേഷനാണ് ഇവിടെ. അപ്പോൾ നിങ്ങൾക്ക് രണ്ട് ഡെഫിനേഷൻസ് ഇവിടെ തന്നിട്ടുണ്ട്. ഏതാണോ കംഫർട്ടബിൾ ആവുന്നത് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഓൾറെഡി ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് കൃത്യമായിട്ട് ഡിഫൈൻ ഡെസിഷൻ മേക്കിംഗ് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഈ തന്നിരിക്കുന്ന ഏതെങ്കിലും ഒരു ഡെഫിനേഷൻ അവിടെ യൂസ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ്, ഇനി ഇതൊന്നും എഴുതാൻ കിട്ടുന്നില്ലെങ്കിൽ ഒരു കുട്ടി ചെയ്യേണ്ടത് അറ്റ്ലീസ്റ്റ് അതിൻ്റെ മീനിങ് എങ്കിലും അവിടെ എഴുതി വെക്കുക. അപ്പോൾ ആ മീനിങ്ങിന് വേണ്ടിയിട്ടുള്ള പോയിന്റുകളാണ് ഇവിടെ പറയുന്നത്. The decision-making process in management refers to selecting a course of action among various alternatives to achieve organizational objectives. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ടേം എന്ന് പറയുന്നത്. ഡിസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞാൽ അതൊരു പ്രോസസ്സാണ്, മാനേജ്മെൻറ്റിലെ ഒരു പ്രോസസ്സാണ്. അതിൽ പ്രധാനമായും പറയുന്ന ഒരു കാര്യം, ഏതെങ്കിലും ഒരു കോഴ്സ് ഓഫ് ആക്ഷനെ നമ്മൾ സെലക്ട് ചെയ്യുക. എവിടെ നിന്നാണ് ഈ കോഴ്സ് ഓഫ് ആക്ഷൻ ഉണ്ടാവുന്നത്? നമ്മുടെ മുമ്പിൽ ഒരുപാട് വേരിയസ് ഓൾട്ടർനേറ്റീവ്സ് ഉണ്ട്, ഒന്നിലധികം ഉപാധികൾ, മാർഗങ്ങളൊക്കെ ഉണ്ട്. അതിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒന്നിനെ നമ്മൾ സെലക്ട് ചെയ്യുക. എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്? ടു അച്ചീവ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ്. നമ്മുടെ സ്വന്തമായിട്ടുള്ളൊരു ബിസിനസ്സോ നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനത്തിനോ അതിൻ്റേതായിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ് ഉണ്ടായിരിക്കും, ഒരു ലക്ഷ്യമുണ്ടായിരിക്കും. ആ ഒരു ഒബ്ജക്റ്റീവിനെ അച്ചീവ് ചെയ്യാൻ വേണ്ടി പലതരത്തിലുള്ള ഓൾട്ടർനേറ്റീവ്സിൽ നിന്ന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു കോഴ്സ് ഓഫ് ആക്ഷൻ സെലക്ട് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ഡെസിഷൻ മേക്കിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഇൻവോൾവ്സ്, ഇനി ഈ ഒരു ഡെസിഷൻ എടുക്കണമെങ്കിൽ അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത്? ഇവാലുവേറ്റിംഗ് ഡിഫറെൻറ്റ് ഓപ്ഷൻസ്. നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാവും ഒരു കാര്യം സെലക്ട് ചെയ്യണം മുന്നേ. അപ്പോൾ ആ ഓരോ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓപ്ഷൻസിനെ ഇവാലുവേറ്റ് ചെയ്യുക. കൺസിഡറിങ് റെലവൻറ്റ് ഇൻഫർമേഷൻ, ആ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമുക്ക് ഏറ്റവും വസ്തുനിഷ്ഠമായിട്ട് റെലവൻ്റ് ആയിട്ട് അത്യാവശ്യം അതിനായിട്ട് കണക്ട് ചെയ്യുന്ന ഇൻഫർമേഷനെ കൺസിഡർ ചെയ്യാം. പൊട്ടൻഷ്യൽ ഔട്ട്കംസ്, നമ്മൾ ഓരോ കാര്യങ്ങളും സെലക്ട് ചെയ്യുമ്പോൾ അതിൽ നിന്നുണ്ടാവുന്ന റിസൾട്ടുകൾ, ഔട്ട്കംസ് എന്താണെന്ന് കൃത്യമായിട്ട് പരിശോധിക്കുക. ആൻഡ് മേക്കിംഗ് എ വെൽ ഇൻഫോംഡ് ചോയ്സ്, ഇതിനെല്ലാം അടിസ്ഥാനപ്പെടുത്തിയിട്ട് നല്ല രീതിയിൽ ഏതെങ്കിലും ഒരു കോഴ്സ് ഓഫ് ആക്ഷനെ നമ്മൾ സെലക്ട് ചെയ്യുക എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ നിന്ന് നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കേണ്ട കാര്യം, 2 മാർക്കിനുള്ള 2 ക്വസ്റ്റ്യൻസ് ഇവിടെ ആയിക്കഴിഞ്ഞിട്ടുണ്ട്. ഡെസിഷൻ മേക്കിംഗ് ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഡെഫിനേഷൻ കൊടുക്കുക. ആ ഡെഫിനേഷൻ കിട്ടിയില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് അതിൻ്റെ വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ഡെസിഷൻ മേക്കിംഗ് എന്ന് ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതേണ്ട ഉത്തരം ഇവിടെ റെഡിയാണ്. അപ്പോൾ ഈ രീതിയിൽ വേണം കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട്. ഇനി നെക്സ്റ്റ്,
അടുത്തൊരു മെയിൻ ടോപ്പിക്കാണ് ഡെസിഷൻ മേക്കിംഗ് എന്താണെന്ന് മനസ്സിലായ സ്ഥിതിക്ക് അതിൻ്റെ നേച്ചർ എങ്ങനെയായിരിക്കും, അതിൻ്റെ പ്രാധാന്യം എന്താണ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊരു ഓർഗനൈസേഷനും നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ടിലേക്ക് എത്തണമെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു ഡെസിഷൻ മേക്കിംഗ് അവിടെ അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഡിസിഷൻ മേക്കിങ്ങിൻ്റെ പ്രധാനപ്പെട്ട നേച്ചർ എന്ന് പറയുന്നത് ഫസ്റ്റ് പോയിന്റ് ഗോൾ ഓറിയൻറ്റഡ്. എന്താണ് ഗോൾ ഓറിയൻറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു ഇഫക്റ്റീവ് ഡെസിഷൻ മേക്കിങ്ങും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് അവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്ലിയർ ആയിട്ടുള്ള അവരുടെ ഗോൾസ്, അതുപോലെ ആ ഗോൾസ് അച്ചീവ് ചെയ്യാനുള്ള സ്ട്രാറ്റജീസ്, ഈ രണ്ട് കാര്യങ്ങളിലും അധിഷ്ഠിതമാണ് ഏത് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത്. ആ സ്ട്രാറ്റജീസ് ആവട്ടെ അൺബയാസ്ഡ് ആവണം, അതേപോലെ തന്നെ ഒരു പേഴ്സണൽ പ്രെജുഡീസസ് ഉണ്ടാവരുത് എന്നുള്ളതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ അത് നമ്മുടെ ജഡ്ജ്മെന്റിനെ അഫക്റ്റ് ചെയ്യും. അതുകൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു മുൻധാരണകളും മുൻവിധികളും ഉണ്ടാവാതെ ഒരു തെറ്റുമില്ലാത്ത സ്ട്രാറ്റജി വേണം ഇതിനു വേണ്ടിയിട്ട് സെലക്ട് ചെയ്യാൻ വേണ്ടി. സോ ഫസ്റ്റ് പോയിന്റ് ഗോൾ ഓറിയന്റഡ്. സെക്കൻഡ് പോയിന്റ് ഡൈനാമിക് പ്രോസസ്സ്. ഡെസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് എന്താ, ഒരു ഡൈനാമിക് പ്രോസസ്സാണ്. കാരണം ഇവിടെ നമ്മൾ ഒരുപാട് ടൂൾസും ടെക്നിക്സും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ടെക്നിക്സ് യൂസ് ചെയ്യുന്നത് ഓരോ പ്രോബ്ലത്തിനനുസരിച്ച് അത് വേരിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അല്ലാണ്ട് ഒരു പ്രോബ്ലം വരുമ്പം യൂസ് ചെയ്തൊരു ടെക്നിക്ക് തന്നെ എല്ലായ്പ്പോഴും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് അതേപോലെ തന്നെ ഡിസിഷൻ എടുക്കണമെങ്കിൽ നമ്മുടെ മുമ്പിൽ എത്ര സമയം നമുക്ക് അവൈലബിൾ ആണ്, ഏത് ടൈപ്പ് പ്രോബ്ലത്തിന് ഏത് ടെക്നിക്കാണ് യൂസ് ചെയ്യേണ്ടത്, അപ്പോൾ അതിനനുസരിച്ച് അത് വാരി ചെയ്യുന്നതുകൊണ്ടാണ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്ന ഒരു ഡൈനാമിക് പ്രോസസ്സ് ആണെന്നുള്ളത് പറയാൻ കാരണം. മൂന്നാമത്തെ പോയിന്റില് കണ്ടിന്യൂസ് പ്രോസസ്സ്. എന്താണ് കണ്ടിന്യൂസ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഒരിക്കൽ നമ്മൾ ഡെസിഷൻ എടുത്താൽ അതോടെ അവിടെ സ്റ്റോപ്പ് ആവുന്നില്ല. നമ്മുടെ ലൈഫിലാണെങ്കിലും നമ്മളൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണെങ്കിലും ഒരു ബിസിനസ് ചെയ്യുകയാണെങ്കിലും ആ ഒരു ഡെസിഷൻ എന്ന് പറയുന്നത് എന്താ, അത് തുടർന്നുകൊണ്ടേയിരിക്കും. കാരണം പ്രോബ്ലംസ് വരുമ്പോഴാണല്ലോ നമ്മൾ സൊല്യൂഷൻസ് കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഡെസിഷൻസ് ഉണ്ടാവുന്നത്. സോ അതൊരു കണ്ടിന്യൂസ് പ്രോസസ്സായിട്ട് അല്ലെങ്കിൽ ഓൺ ഗോയിങ് പ്രോസസ്സായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ആൻഡ് മാനേജേഴ്സ് ഹാവ് ടു ടേക്ക് എ സീരീസ് ഓഫ് ഡെസിഷൻസ് ഫ്രീക്വൻ്റ്ലി. ഒരു മാനേജർ പോസ്റ്റിൽ ഇരിക്കുന്ന ആൾക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് ഇടതടവില്ലാതെ ഇടയ്ക്കിടയ്ക്ക് ഡെസിഷൻസ് ഇങ്ങനെ എടുക്കേണ്ട ആവശ്യം കൂടി അവിടെ വരുന്നുണ്ട്. നെക്സ്റ്റ് പോയിന്റിൽ പറയുന്നത് ഇന്റലക്ച്വൽ ഓർ റാഷണൽ പ്രോസസ്സ്. ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് എന്ത് പ്രോസസ്സാണെന്ന് പറയുന്നത് ഇന്റലക്ച്വൽ ആണ്. അത് ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ബൗദ്ധികമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ യുക്തിപരമായിട്ട് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു പ്രോസസ്സാണ് ഈ ഒരു ഡിസിഷൻ മേക്കിംഗ്. എന്തുകൊണ്ടാണ് ഡെസിഷൻസ് എന്ന് പറയുന്നത് നമ്മൾ ഈ ചെയ്യുന്ന 3 കാര്യങ്ങളെ ബേസ് ചെയ്ത് കിട്ടുന്നതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് ആണ്, റിസൾട്ടാണ്. നമ്മൾ റീസണിങ് ചെയ്യും, ഡെലിബറേഷൻസ് ഉണ്ടാവും, ഇവാലുവേഷൻസ് ഉണ്ടാവും. ഇതിൻ്റെയൊക്കെ ഒരു ആകെ തുക തന്നെയാണ് നമ്മുടെ ഡെസിഷൻ എന്ന് പറയുന്നത്. സോ അതൊരു റാഷണൽ പ്രോസസ്സാണ്, ഒരു ഇൻ്റലക്ച്വൽ പ്രോസസ്സാണ്. സെറ്റ് ഓഫ് ഓൾട്ടർനേറ്റീവ്സ്. ഡെസിഷൻ മേക്കിങ്ങിൽ എപ്പോഴും എന്തുണ്ടായിരിക്കും, ഒരുപാട് ഓൾട്ടർനേറ്റീവ്സ് ഉണ്ടായിരിക്കും. ഒരു ഡെസിഷൻ പ്രോബ്ലം എപ്പോഴാണ് അറൈസ് ചെയ്യുന്നത്, ഒന്നിലധികം ഓൾട്ടർനേറ്റീവ്സ് അല്ലെങ്കിൽ ചോയ്സ് ഓപ്ഷൻസ് ഉണ്ടാകുമ്പോൾ മാത്രമാണ് നമുക്കവിടെ തീരുമാനം എടുക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ. ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ എങ്കിൽ നമുക്ക് അവിടെ ഡെസിഷൻ മേക്കിംഗ് ഇല്ല. അപ്പം 2ഓ അതിലധികമോ സാധ്യതകൾ ഉള്ളപ്പോഴാണല്ലോ നമുക്ക് ഏതാണ് ബെസ്റ്റ് എന്ന് സെലക്ട് ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ ഒരു സെറ്റ് ഓഫ് ഓൾട്ടർനേറ്റീവ്സ് അവിടെ ഉണ്ടാവും എന്നുള്ളതാണ് പറയുന്നത്. 6th പോയിന്റിൽ പറയുന്ന സ്ട്രാറ്റജിക് പ്ലാനിങ്. ഡെസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് എലമെൻ്റ് ആണ് സ്ട്രാറ്റജിക് പ്ലാനിങ്ങിൽ. ഇറ്റ് പ്രൊവൈഡ്സ് എ framework for taking decisions that determine the goals or objectives of the organization. ഒരു ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ഗോൾസ് ഡിറ്റർമിൻ ചെയ്യുന്ന തരത്തിലുള്ള ഡെസിഷൻസിനെ നമ്മൾ ഫ്രെയിം ചെയ്തെടുക്കുക. അത് തന്നെയാണ് അതിൻ്റെ സ്ട്രാറ്റജിക് പ്ലാനിങ് എന്ന് പറയുന്നത്. ഇനി 7ാമത്തെ പോയിന്റിൽ പറയുന്നത് സക്സസ്ഫുൾ മാനേജീരിയൽ പെർഫോമൻസ്. എന്താണ് ഈ സക്സസ്ഫുൾ മാനേജീരിയൽ പെർഫോമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ല തീരുമാനം എടുക്കാനുള്ള കഴിവ് തന്നെയാണ് നല്ല ഒരു മാനേജറിയൽ പെർഫോമൻസ് കാഴ്ചവെക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കുന്നത്. ഒരു മാനേജർ നല്ല രീതിയിൽ അവരുടെ പെർഫോമൻസ് അവിടെ ഉണ്ടാക്കുന്നത് അത് ഒരു സ്കില്ലിൻ്റെ ഭാഗമാണ് അല്ലെങ്കിൽ എബിലിറ്റി തന്നെയാണ്. മാനേജേഴ്സ് എന്ന് പറയുന്നത് എപ്പോഴും അവർ പ്രോഫിറ്റ് മേക്കിംഗ് ആണ് അല്ലേ. ഒരു ഫേമിന് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കി കൊണ്ടുവരുന്നത് ആരുടെ ബുദ്ധി തന്നെയാണ്, ഒരു നല്ല മാനേജറുടെയാണ്. ആൻഡ് ഓൾവേസ് റിക്വയർഡ് ടു ടേക്ക് വൈഡ് റേഞ്ച് ഓഫ് ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻ ഇൻ ദ ഏരിയാസ് ഓഫ്. മാനേജേഴ്സിന് ഏതൊക്കെ ഏരിയയിലാണ് ഡിസിഷൻ എടുക്കേണ്ടി വരുന്നത്, പ്രൈസിങ്, പ്രൊഡക്റ്റ് ചോയ്സ്, കോസ്റ്റ് കൺട്രോൾ, അഡ്വർടൈസിങ്, ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ്, ഡിവിഡൻഡ് പോളിസി, പേഴ്സണൽ മാറ്റേഴ്സ്, അങ്ങനെയൊക്കെ ഒരുപാട് മേഖലയിൽ വളരെ ബുദ്ധിപരമായിട്ട് തന്നെ മാനേജേഴ്സ് ഡിസിഷൻസ് എടുക്കുകയും അതിൻ്റെ ഫലമായിട്ട്
കമ്പനിക്ക് ലാഭം ഉണ്ടാക്കി കൊടുക്കാനും സാധിക്കുന്നു എന്നുള്ളതാണ്. നെക്സ്റ്റ് പോയിന്റ്, എട്ടാമത്തെ പോയിന്റ് ആണ് ഇവിടെ വരുന്നത്, പ്രോബ്ലം സോൾവിങ് എട്ടാമത്തെ പോയിന്റ്. ഡിസിഷൻ മേക്കിംഗ് ഹെൽപ്സ് ഇൻഡിവിജ്വൽസ് ഓർ ഓർഗനൈസേഷൻ ടു ഐഡന്റിഫൈ ഓൾ ദ പോസിബിൾ സൊല്യൂഷൻസ് ആൻഡ് ഡിസൈഡ് ദ ബെസ്റ്റ് കോഴ്സ് ഓഫ് ആക്ഷൻ. ഈ ഒരു ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ് കൊണ്ട് ഒരു വ്യക്തിക്കാവട്ടെ ഒരു ഓർഗനൈസേഷൻ ആവട്ടെ അവർക്ക് വളരെ ഹെൽപ്ഫുൾ ആവുന്ന എന്താണ്, അവർക്ക് കിട്ടാവുന്ന ഏറ്റവും സാധ്യമായിട്ടുള്ള ഒരു സൊല്യൂഷൻ തന്നെയാണ് ഈ ഒരു ഡിസിഷൻ മേക്കിങ്ങിലൂടെ ഇവിടെ കിട്ടുന്നത്. ആൻഡ് ഡിസൈഡ് ദ ബെസ്റ്റ് കോഴ്സ് ഓഫ് ആക്ഷൻ, നമ്മൾ ഏത് കാര്യം സെലക്ട് ചെയ്യണം, എന്ത് പ്രവൃത്തിയാണ് ചെയ്യേണ്ടത് എന്ന് ഏറ്റവും ബെസ്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്തുള്ള ആ ഒരു ഡിസിഷൻ മേക്കിംഗ് ആണ് അവിടെ വരുന്നത്. ഇറ്റ് കംപ്രൈസസ് ഇവാലുവേറ്റിംഗ് ദ കറണ്ട് സിറ്റുവേഷൻ. ഇനി ഇതിൽ പ്രധാനമായിട്ട് പറയുന്നത് എന്താണ്, ഇവാലുവേറ്റിംഗ്, നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നുള്ളത് ആദ്യം ഒന്ന് ഇവാലുവേറ്റ് ചെയ്യാം. ആൻഡ് കോസ് ഓഫ് ദ ഇഷ്യൂ, ആ ഒരു കാര്യം ഉണ്ടാവാനുള്ള കാരണം എന്താണ്, കോസ് അതെന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യാം. അത് രണ്ടും ബാലൻസ് ചെയ്യുക. ആൻഡ് സെലക്ടിങ് ദ ബെസ്റ്റ് കോഴ്സ് ഓഫ് ആക്ഷൻ, അതിനുശേഷം ഏറ്റവും നല്ലൊരു കോഴ്സ് ഓഫ് ആക്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഒമ്പതാമത്തെ പോയിന്റിൽ ഓപ്പർച്യൂണിറ്റി ഐഡന്റിഫിക്കേഷൻ ആണ്. മാനേജേഴ്സ് എനേബിൾ ടു റെക്കഗ്നൈസ് ആൻഡ് ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ത്രൂ ഡിസിഷൻസ്. ഓരോ മാനേജേഴ്സും ഡിസിഷൻസിലൂടെയാണ്, അതായത് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ്, അവസരങ്ങൾ അതിനെ ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ് പറയുന്നത്. മാനേജേഴ്സ് നോർമലി അതെല്ലാം റെക്കഗ്നൈസ് ചെയ്യുക, മനസ്സിലാക്കുകയും അതിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റിയുടെ സാധ്യത എത്രത്തോളം ഉണ്ടെന്ന് കൂടിയാണ് ഈ ഡിസിഷൻസിലൂടെ വിലയിരുത്താൻ പറ്റുന്നത്. ഇറ്റ് അലൗസ് ഫോർ ഐഡന്റിഫൈയിങ് പൊട്ടൻഷ്യൽ അഡ്വാൻറ്റേജസ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തൊക്കെ അറിയാൻ പറ്റും, ഏറ്റവും നല്ല രീതിയിൽ അതിൻ്റെ അഡ്വാൻറ്റേജസിനെ, ഗുണങ്ങളെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനും ഡിറ്റർമിൻ ചെയ്യാനും, ഇഫ് ദേ ആർ കൺസിസ്റ്റന്റ് വിത്ത് ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ പേഴ്സൺ ഓർ ഓർഗനൈസേഷൻ. ഒരു ജോലിക്ക് നമ്മളൊരു സ്ഥാപനത്തിൽ നിൽക്കുമ്പം നമ്മൾക്കും ഒരു ഒബ്ജക്റ്റീവ് ഉണ്ടാവും, ആ ഓർഗനൈസേഷനും ഒരു ഒബ്ജക്റ്റീവ് ഉണ്ടാവും. അത് രണ്ടും മാച്ചായി പോകുമ്പോൾ മാത്രമാണ് നമുക്ക് ഇത്തരത്തിലൊരു ഓപ്പർച്യൂണിറ്റീനെ ഐഡന്റിഫൈ ചെയ്യാൻ അവിടെ സാധിക്കുന്നുള്ളൂ. അത് കൺസിസ്റ്റന്റ് ആണെങ്കിൽ നമ്മളെടുക്കുന്ന നമ്മുടെ ഡിസിഷൻസും ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവും എല്ലാം സ്ഥിരമായി നിൽക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു അഡ്വാൻറ്റേജ് നമുക്ക് അവിടെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുള്ളതാണ് പറയുന്നത്. പത്താമത്തെ പോയിന്റിൽ റിസോഴ്സ് അലോക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഡെസിഷൻ മേക്കിംഗ് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാൻ കാരണം നമ്മുടെ കയ്യിലുള്ള റിസോഴ്സുകൾ അതിനെ ഇഫക്റ്റീവായിട്ട് അലോക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. വെദർ ഇറ്റ് ഈസ് ദ അലോക്കേഷൻ ഓഫ് ബഡ്ജറ്റ്, ചിലപ്പോൾ അത് ഒരു ബഡ്ജറ്റിൻ്റെ അലോക്കേഷൻ ആവാം. സമയം, ഓരോ ആക്ഷനും എത്ര സമയം നമ്മൾ സ്പെൻഡ് ചെയ്യണം എന്നുണ്ടാവാം, എത്ര വ്യക്തികളെ ആ ഒരു ജോലിയിൽ ഇൻവോൾവ് ചെയ്യിക്കണം, അതെല്ലാം റിസോഴ്സ് അലോക്കേഷൻ്റെ ഭാഗമാണ്. നമ്മുടെ കയ്യിലുള്ള റിസോഴ്സിനെ എവിടെയൊക്കെ എത്ര സമയം എങ്ങനെയൊക്കെ യൂട്ടിലൈസ് ചെയ്യുക എന്ന് തന്നെയാണ് റിസോഴ്സ് അലോക്കേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് റിക്വയർസ് ഇവാലുവേറ്റിംഗ് ദ അവൈലബിൾ റിസോഴ്സസ്. അതിനു വേണ്ടിയിട്ട് നമ്മുടെ കൈവശമുള്ള അവൈലബിൾ ആയിരിക്കുന്ന റിസോഴ്സിനെ ഇവാലുവേറ്റ് ചെയ്യാം. നമ്മുടെ പ്രയോറിറ്റീസ് എന്തൊക്കെയാണ് നോക്കുക. ഏറ്റവും അധികം പ്രാധാന്യമുള്ളത് ആദ്യം നമ്മൾ സെലക്ട് ചെയ്യുന്നു, പിന്നെ തൊട്ട് താഴെ അതിനേക്കാൾ കുറച്ചുകൂടി പ്രാധാന്യം കുറഞ്ഞത്, ആ ഒരു തരത്തിൽ അതിനെ ഡിറ്റർമിൻ ചെയ്യാം. അതിനുശേഷം നമ്മുടെ കയ്യിലുള്ള റിസോഴ്സിനെ ആ ആവശ്യകതയ്ക്കനുസരിച്ച് അലോക്കേറ്റ് ചെയ്യുക എന്നതാണ് പറയുന്നത്. അതിലൂടെ നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഗോള് അച്ചീവ് ചെയ്യാം. അതാണ് റിസോഴ്സ് അലോക്കേഷൻ എന്ന വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് 11ാമത്തെ പോയിന്റിൽ പറയുന്നത് റിസ്ക് മാനേജ്മെന്റ് ആണ്. ഡെസിഷൻ മേക്കിംഗ് ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ് ഇൻ മാനേജിങ് റിസ്ക്. ഈ ഒരു റിസ്ക് ഏതൊരു ബിസിനസ്സിലും എന്തുണ്ടായിരിക്കും, റിസ്ക്, അല്ലെങ്കിൽ ഏതൊരു നമ്മൾ ചെയ്യുന്ന വർക്കിലും ഒരു റിസ്ക് ഉണ്ടായിരിക്കും. ആ റിസ്കിനെ ഇഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യണമെങ്കിൽ അവിടെ നമുക്ക് നല്ല ഡെസിഷൻ മേക്കിംഗ് സ്കിൽ ഉണ്ടായിരിക്കണം. ഡെസിഷൻ മേക്ക് ചെയ്യുന്ന ആളുകൾ എന്താണ് ചെയ്യുന്നത്, മസ്റ്റ് അനലൈസ് ദ പൊട്ടൻഷ്യൽ റിസ്ക് ആൻഡ് ബെനിഫിറ്റ്സ് ഓഫ് ഡിഫറെൻറ്റ് ഓപ്ഷൻസ്. നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മുടെ മുമ്പിൽ ഒന്നിലധികം ഓൾട്ടർനേറ്റീവ്സ് ഉണ്ടാവും എന്ന് പറഞ്ഞു അല്ലേ. ആ ഓരോ ഓൾട്ടർനേറ്റീവ്സും നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ബെനിഫിറ്റ് എന്താണ്, നമുക്ക് ഉണ്ടാവുന്ന റിസ്ക് എന്താണ്, ഈ രണ്ടിനെയും നമ്മൾ അനലൈസ് ചെയ്യുകയാണ് ഓരോ ഡെസിഷൻ മേക്കേഴ്സും ചെയ്യുന്നത്. ആൻഡ് മേക്ക് എ ഡെസിഷൻ ബേസ്ഡ് ഓൺ ദ അനാലിസിസ് ഡൺ. അതിനുശേഷം ഓരോ ഓൾട്ടർനേറ്റീവ്സിൻ്റെയും ഗുണങ്ങളും ദോഷങ്ങളും അറിഞ്ഞതിന് ശേഷമാണ്, അനാലിസിസ് നടത്തിയതിന് ശേഷമാണ് ഒരു ബെസ്റ്റ് ഡിസിഷൻ നമ്മളവിടെ സെലക്ട് ചെയ്യുന്നത്.
അതുവഴി നമുക്ക് കൃത്യമായിട്ട് നമുക്ക് അതിലുണ്ടാവുന്ന റിസ്കിനെ മാനേജ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. നെക്സ്റ്റ് 12ാമത്തെ പോയിന്റിൽ പറയുന്നത് ഗോൾ അച്ചീവ്മെൻറ്റ്. എന്താണ് ഗോൾ അച്ചീവ്മെൻറ്റ്? നമ്മൾ ഫസ്റ്റ് പോയിന്റ് ഗോൾ ഓറിയൻറ്റഡ് ആയിരുന്നു. ഇതിൽ പറയുന്ന ഗോൾ അച്ചീവ്മെൻ്റ് ആണ്. ഇഫക്റ്റീവായിട്ടൊരു ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മുടെ പേഴ്സണൽ ആൻഡ് ഓർഗനൈസേഷണൽ ഗോൾ അച്ചീവ് ചെയ്യാനുള്ള ഒരു ടൂള് തന്നെയാണ്. അതിലൊരു സംശയവുമില്ല. ഒരു ഓർഗനൈസേഷൻ്റെ ഗോൾ എന്താണോ, അവിടെ വർക്ക് ചെയ്യുന്ന ഒരു എംപ്ലോയിയുടെ ഗോൾ എന്താണോ, ആ രണ്ടും അച്ചീവ് ചെയ്യാനുള്ള വളരെ പ്രാധാന്യമുള്ള ഒരു ടൂള് തന്നെയാണ് എഫക്റ്റീവ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഇൻവോൾവ് സെറ്റിംഗ് ഗോൾസ്. എന്താണ് ഇതിൽ പ്രത്യേകത? ആദ്യം നമ്മൾ നമ്മുടെ ലക്ഷ്യം സെറ്റ് ചെയ്യുന്നു. ഡിറ്റർമിനിങ് കോഴ്സ് ഓഫ് ആക്ഷൻ ടു അച്ചീവ് ദോസ് ഗോൾസ്. ആ ഗോളുകളെ അച്ചീവ് ചെയ്യാനുള്ള മാർഗങ്ങൾ എന്താണെന്ന് ഡിറ്റർമിൻ ചെയ്യുന്നു. ആൻഡ് ഇവാലുവേറ്റിംഗ് പ്രോഗ്രസ് അലോങ് ദ വേ. അതിനുശേഷം നമ്മളത് സ്റ്റാർട്ട് ചെയ്യുന്നു. ആ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്ത് അതിൻ്റെ ഓരോ സ്റ്റേജിലും നമ്മളതിൻ്റെ പുരോഗതി ഇവാലുവേറ്റ് ചെയ്യുക. അത് പോകെ പോകെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടോ അതിൻ്റെ പ്രോഗ്രസ് ഇവാലുവേറ്റ് ചെയ്തുകൊണ്ട് പോവുക എന്നുള്ളതാണ് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റിൽ പറയുന്നത് 13th പോയിന്റിൽ കണ്ടിന്യൂസ് ഇംപ്രൂവ്മെൻറ്റ്. കണ്ടിന്യൂസ് ഇംപ്രൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഗുഡ് ഡെസിഷൻ മേക്കിംഗ് റിക്വയേഴ്സ് കണ്ടിന്യൂസ് ഇംപ്രൂവ്മെൻറ്റ്. നല്ല രീതിയിൽ നമ്മൾ എപ്പോഴും ഡെസിഷൻ എടുക്കുകയാണെങ്കിൽ അത് തുടർച്ചയായിട്ട് നമുക്ക് ഉണ്ടാവുന്ന ഇംപ്രൂവ്മെൻ്റ് ആണ്. ഇംപ്രൂവ്മെൻറ്റ് പറഞ്ഞാൽ എന്താ? ഒരു തെറ്റുകൾ തിരുത്തിക്കൊണ്ട് നമ്മൾ മെച്ചപ്പെടുത്തി വരിക, അല്ലേ? ഇംപ്രൂവ് ചെയ്യുക. ഓർഗനൈസേഷൻസ് മസ്റ്റ് ഇവാലുവേറ്റ് ദെയർ പെർഫോമൻസ്. ഓരോ ഓർഗനൈസേഷനും അവരുടെ പെർഫോമൻസ്, അവരുടെ പ്രകടനം അതിന് ഇവാലുവേറ്റ് ചെയ്യണം. ആൻഡ് ഡിറ്റർമിൻ വേർ ദേ ക്യാൻ മേക്ക് ഇംപ്രൂവ്മെൻറ്റ്സ്. അതിനുശേഷം എവിടെയാണ് അവർക്ക് മെച്ചപ്പെടുത്തേണ്ടത് എന്നുള്ളത് ഡിറ്റർമിൻ ചെയ്യാം. ആൻഡ് ദെൻ ഡിസൈഡ് വാട്ട് അഡ്ജസ്റ്റ്മെൻറ്റ്സ് വിൽ ബെസ്റ്റ് ഇംപ്രൂവ് ദെയർ ഫങ്ഷനിങ്. അതിനുശേഷം നമ്മൾ തീരുമാനിക്കേണ്ടത് എന്ത് അഡ്ജസ്റ്റ്മെൻ്റ് ആണ് നമ്മുടെ ഈ ഒരു പ്രവർത്തനത്തെ, അതിൻ്റെ ഫങ്ഷനിങ്ങിനെ ഏറ്റവും നല്ല രീതിയിൽ ഇംപ്രൂവ് ചെയ്യിക്കാനുള്ളത് എന്നുള്ളതാണ് ഡിസൈഡ് ചെയ്യേണ്ടത്. സോ ഈ ഡിസിഷൻ മേക്കിംഗ് എന്നും നിർത്താതെ തുടരുന്നതും കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരുന്നതും ഗോൾ അച്ചീവ് ചെയ്യാനും റിസ്കിനെ റെഡ്യൂസ് ചെയ്യാനും റിസോഴ്സിനെ ഇഫക്റ്റീവായി അലോക്കേറ്റ് ചെയ്യാനും നമ്മുടെ ഓപ്പർച്യൂണിറ്റീനെ ഐഡൻറ്റിഫൈ ചെയ്യാനും അതേപോലെ ഒരു ഡൈനാമിക് ആയിട്ടും ഇൻ്റലക്ച്വൽ ആയിട്ടും ഒരു സെറ്റ് ഓഫ് ഓൾട്ടർനേറ്റീവിൽ നിന്ന് ബെസ്റ്റ് വൺ സെലക്ട് ചെയ്യാനും സ്ട്രാറ്റജിക്കലി യൂസ്ഫുൾ ആയതും ഒരു സക്സസ്ഫുൾ മാനേജറൽ പെർഫോമൻസിൻ്റെ ഒക്കെ ഭാഗമായിട്ട് നമുക്ക് വേണ്ട ഒരു സംഭവമാണ് എന്ത്? ഈ ഒരു ഡെസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മളൊരു ഫസ്റ്റ് ടോപ്പിക് ഉദ്ദേശിക്കുന്നത്. ഫസ്റ്റ് ചാപ്റ്ററിൽ നമുക്ക് 2 മെയിൻ ക്വസ്റ്റ്യൻസ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തു. ഒന്ന്, എന്താണ് ഡെസിഷൻ മേക്കിംഗ് എന്നുള്ള ഡെഫിനേഷനും മീനിങ്ങും. രണ്ടാമത്തത് ഇതിൻ്റെ നേച്ചർ ഓർ ഇമ്പോർട്ടൻസ്. അപ്പോൾ ഈ ഒരു പോയിന്റുകൾ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ മാക്സിമം ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക്